Welcome to Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. The last class we discussed what do you mean by absorption, overhead absorption rate, definition of overhead absorption, and what are the factors considering while setting up different absorption rate. Today we are going to discuss what are the different methods of overhead absorption. Let's start methods of absorption. The following are the important methods of computing absorption rate of factory overheads. First one, percentage on direct material. Second one, percentage on direct wages. Third one, percentage on prime cost. Then unit of production basis. Then labor hour rate and machine hour rate. Okay, നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. First one, percentage on direct materials. According to this method, the overhead absorption rate is calculated as a percentage of the direct material cost. Okay. അപ്പം നമ്മൾ ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏതിൻ്റെ ബേസിലാണെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിൻ്റെ ബേസിലാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുക, പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയാം. ദ അബ്സോർപ്ഷൻ റേറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഡിവൈഡിങ് the total estimated factory overheads by the total estimated direct material cost. Okay, അപ്പോൾ ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് എങ്ങനെ കിട്ടുക, എസ്റ്റിമേറ്റഡ് ഫാക്ടറി ഓവർഹെഡ് ഫോർ ദ പീരീഡ് ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഫോർ ദി നോർമൽ ഔട്ട്പുട്ട് ഇൻറ്റു 100. First one, percentage on direct materials. Second, the advantages of this method. First one, it is very simple to understand and calculate. Second one, it can be used in concerns where raw materials cost forms a major portion of the cost of the product. Third one, it can be used when there is no frequent fluctuation in the price of material. Okay, for first one, it is very simple to understand and calculate. Okay, simple to understand and easy to calculate. Second one, it can be used in concerns where raw material cost forms a major portion of the cost of product. ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എടുക്കുമ്പോൾ മേജർ പാർട്ടും മെറ്റീരിയൽ കോസ്റ്റ് ആണെങ്കിൽ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്ത് മെത്തേഡായിരിക്കും നമ്മൾ ഫോളോ ചെയ്യുക, ഫസ്റ്റ് എന്താണ് പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ തേർഡ് വൺ, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് വെൻ ദർ ഈസ് നോ ഫ്രീക്വൻറ്റ് ഫ്ലക്ച്വേഷൻ ഇൻ ദ പ്രൈസ് ഓഫ് മെറ്റീരിയൽ. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ മെറ്റീരിയലിൻ്റെ പ്രൈസ് നന്നായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യാത്ത ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ഫോളോ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ദെൻ ഡിസഡ്വാൻറ്റേജസ്, ദർ ഈസ് നോ ലോജിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് ഫാക്ടറി ഓവർഹെഡ്. ഒരു ലോജിക്കൽ റിലേഷൻഷിപ്പ് ഇല്ല, എന്തൊക്കെ തമ്മിൽ, കോസ്റ്റ് ഓഫ് മെറ്റീരിയലും അതുപോലെ ടോട്ടൽ ഫാക്ടറി ഓവർഹെഡും തമ്മിൽ ഒരു ലോജിക്കൽ റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ മെത്തേഡിന് പറ്റില്ല. ദെൻ ടൈം ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻഫ്ലുവൻസിങ് ഓവർഹെഡ്. അണ്ടർ ദിസ് മെത്തേഡ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ടൈം ഫാക്ടർ ഈസ് നോട്ട് കൺസിഡർ. ഇവിടെ ടൈം ഫാക്ടർ കൺസിഡർ ചെയ്യുന്നില്ല. ഒരു ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് ഫിക്സ് ചെയ്യുന്ന ടൈമിൽ ടൈം ഫാക്ടർ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് വേജസ്. This is one of the most popular method of absorption of overhead. According to this method, the overhead absorption rate is calculated as a percentage of the direct wages. Okay, അപ്പം this is one of the most popular method of absorption of overhead. അപ്പോൾ overhead absorption rate അപ്ലൈ ചെയ്യുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ്, കാൽക്കുലേറ്റ് ചെയ്യുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ് ഏതെന്ന് പറയുന്നത്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് മോസ്റ്റ് പോപ്പുലർ മെത്തേഡാണ് പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് വേജസ് എന്ന് പറയുക. ഓക്കെ, അക്കോർഡിംഗ് ടു ദിസ് മെത്തേഡ് ദ ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ദ ഡയറക്റ്റ് വേജസ്. അപ്പം ഡയറക്റ്റ് വേജസിൻ്റെ ബേസിലാണ് ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് വേജസ് എന്ന് പറയുക. ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് അണ്ടർ ദിസ് മെത്തേഡ് ഈസ് എസ്റ്റിമേറ്റഡ് ഫാക്ടറി ഓവർഹെഡ് ഫോർ ദ പീരീഡ് ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഫോർ ദ നോർമൽ ഔട്ട്പുട്ട്. ഇപ്പോൾ പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയലും പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് വേജസും തമ്മിലുള്ള ആ ഡിഫറൻസ് നോക്കിയേ. എസ്റ്റിമേറ്റഡ് ഫാക്ടറി ഓവർഹെഡ് രണ്ടിലും ടോട്ടൽ സെയിം തന്നെയായിരിക്കും, ഡിവൈഡഡ് ബൈ മെറ്റീരിയൽ ആണെങ്കിൽ എസ്റ്റിമേറ്റഡ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എഴുതുന്നു, വേജസ് ആണെങ്കിൽ എസ്റ്റിമേറ്റഡ് ഡയറക്റ്റ് വേജസ് ഓർ ലേബർ കോസ്റ്റ് ഫോർ ദ നോർമൽ ഔട്ട്പുട്ട് ഇൻറ്റു 100 എന്ന് എഴുതുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, പെർസെൻറ്റേജ് ഓൺ പ്രൈം കോസ്റ്റ് ആണ്.
According to this method, the overhead absorption rate is calculated as a percentage of the combined cost of direct material and direct labor. Direct material കോസ്റ്റിൻ്റെയും ഡയറക്റ്റ് ലേബർ കോസ്റ്റിൻ്റെയും ബേസിലാണ് നമ്മൾ പെർസെൻറ്റേജ് ഓഫ് എന്താണ് ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുക, പെർസെൻറ്റേജ് ഓൺ പ്രൈം കോസ്റ്റ് എന്ന് പറയുക. ഓക്കെ, ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് പ്രൈം കോസ്റ്റ്. ഓക്കെ, നോക്കാം. ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് ഈസ് ഈക്വൽ ടു എസ്റ്റിമേറ്റഡ് ഫാക്ടറി overhead for the period divided by estimated prime cost for the normal output into 100. Estimated prime cost. മറ്റടുത്ത് estimated direct material ആയിരുന്നു, സെക്കൻഡ് വൺ estimated direct wages ആയിരുന്നു, തേർഡ് വൺ estimated prime cost ആയി. ഓക്കെ, then next one, unit of production basis. Unit of production basis. The unit of production method is a simple method of charging factory overhead. ഫാക്ടറി ഓവർഹെഡ് ചാർജ് ചെയ്യുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ മെത്തേഡ് എന്ന് പറയുക. ഇത് യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ മേ ബി വൺ ഓർ എ ഡസൺ ഓർ എ കിലോഗ്രാം ഓർ എനി അതർ ന്യൂമറിക്കൽ മെഷർ യൂസ്ഡ് ഫോർ ദി ഔട്ട്പുട്ട്. അപ്പം എന്തൊക്കെയാകാം, ഒന്നുകിൽ ഏതെങ്കിലും ഒരു യൂണിറ്റ് ആകാം, അല്ലെങ്കിൽ എന്താകാം, ഒരു ഡസൻ ആകാം, അല്ലെങ്കിൽ ഒരു കിലോഗ്രാം ആകാം, അല്ലെങ്കിൽ ഇതുപോലുള്ള മറ്റ് അതർ ന്യൂമറിക്കൽ മെഷേഴ്സ് ആകാം അല്ലേ. അങ്ങനെ നമ്മൾ ഔട്ട്പുട്ടിനെ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുക, യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ബേസിസ് എന്ന് പറയുക. The unit rate of recovery of factory overhead is calculated as follows. Overhead absorption rate is equal to estimated factory overhead for the period divided by estimated number of units. അപ്പം estimated factory overhead divided by estimated number of units. Total unit കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ടോട്ടൽ ഓവർഹെഡിനെ ടോട്ടൽ യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100. അപ്പോൾ പെർസെൻറ്റേജ് ആയിക്കോളും. ഓക്കെ, then next one, labor hour rate ആണ്. labor hour rate is a commonly used method of overhead recovery in manufacturing concerns where labor is the dominant factor of production. നമ്മൾ ആദ്യത്തെ റോ മെറ്റീരിയൽ പറഞ്ഞ മേജർ കോസ്റ്റ് എന്ന് പറയുന്നത്, അതായത് കോസ്റ്റ് ഓഫ് ദി പ്രോഡക്റ്റിൽ മേജർ കോസ്റ്റ് റോ മെറ്റീരിയൽ കോസ്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ എന്തായിരിക്കണം, ലേബർ ചാർജ് ആയിരിക്കണം അതിൻ്റെ ഡൊമിനൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. ഡൊമിനൻറ്റ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ലേബർ ആണെങ്കിൽ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലാണ് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുക, ലേബർ അവർ റേറ്റ് അപ്ലൈ ചെയ്യുക. ലേബർ അവർ റേറ്റ് ഈസ് ദ ഓവർഹെഡ് റേറ്റ് ഓഫ് വർക്കിംഗ് വൺ വർക്കർ ഫോർ 1 hour. ഒരു വർക്കർ ഒരു മണിക്കൂറിൽ ചെയ്യുന്ന വർക്കിന് കൊടുക്കുന്ന റേറ്റ്, അതാണ് ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് അണ്ടർ ലേബർ അവർ റേറ്റ് എന്ന് പറയുക. ഓക്കെ, then labor hour rate is equal to factory overhead, total factory overheads divided by total direct labor hours. Total factory overhead divided by total direct labor hours ആയിരിക്കണം. ഓക്കെ, അതാണ് എന്തെന്ന് പറയുക, ലേബർ അവർ റേറ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, മെഷീൻ അവർ റേറ്റ് ആണ്. മെഷീൻ അവർ റേറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെത്തേഡ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്. മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെത്തേഡ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് ആണ് എന്തെന്ന് പറയുക, മെഷീൻ അവർ റേറ്റ്. മെഷീൻ അവർ റേറ്റ് ഈസ് ദ ഓവർഹെഡ് റേറ്റ് ഓഫ് വർക്കിംഗ് 1 machine for 1 hour. ഒരു മെഷീൻ ഒരു മണിക്കൂറിൽ എത്രത്തോളം വർക്ക് ചെയ്യുന്നു അതിൻ്റെ ബേസിൽ നമ്മൾ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് മെഷീൻ അവർ റേറ്റ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഇൻ ദോസ് ഇൻഡസ്ട്രീസ് കൺസേൺ വെയർ മെഷീൻസ് ആർ എംപ്ലോയ്ഡ് ഫോർ ദ മോസ്റ്റ് ഓഫ് ദ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ്. അപ്പോൾ അവിടുത്തെ മോസ്റ്റ് ഓഫ് ദ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ് നടത്തുന്നത് ആരായിരിക്കണം, മെഷീൻസ് ആയിരിക്കണം. അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് അവിടെ ഡൊമിനൻറ്റ് വാല്യൂ ഏതിനായിരിക്കണം, മെഷീൻ ആയിരിക്കണം. അങ്ങനെയുള്ള ഇൻഡസ്ട്രീസിലാണ് എന്ത് നമ്മൾ അപ്ലൈ ചെയ്യുക, മെഷീൻ അവർ റേറ്റ് മെത്തേഡ് ഓഫ് ഓവർഹെഡ് അബ്സോർപ്ഷൻ അപ്ലൈ ചെയ്യുക. If the machines are homogeneous in nature, a single machine hour rate can be computed and applied to all machines. Okay, അപ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സിംഗിൾ പ്രോഡക്റ്റ് ആണെങ്കിൽ അങ്ങനെയുള്ള, അല്ലെങ്കിൽ അവിടുത്തെ എല്ലാ മെഷീൻസും ഹോമോജീനിയസ് ഇൻ നേച്ചർ ആണെങ്കിൽ, എല്ലാ മെഷീൻസും ഒരേ രീതിയിലുള്ളതാണെങ്കിൽ, അങ്ങനെയുള്ളിടത്തെല്ലാം ഒരേ റേറ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതിയാകും, അപ്ലൈ ചെയ്താൽ. അപ്പം ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെഷീൻ സെയിം നേച്ചറിലുള്ള മെഷീൻസ് ഒരു 7 or 8 ഒക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ, അപ്പോൾ ഒരു സിംഗിൾ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എല്ലാത്തിനും കൂടി നമുക്ക് എന്ത് ചെയ്യാം, അത് അപ്ലൈ ചെയ്യുകയും ചെയ്യാം. ഇൻ എ ഫാക്ടറി ഇൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷീൻസ് ആർ യൂസ്ഡ് ഫോർ ഓപ്പറേഷൻസ്.
ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷീൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈച്ച് മിഷനറി ക്യാൻ ബി ട്രീറ്റഡ് ആസ് എ സെപ്പറേറ്റ് കോസ്റ്റ് സെൻറ്റർ. ഓരോ മിഷനറിയും സെപ്പറേറ്റ് കോസ്റ്റ് സെൻറ്ററായിട്ട് അസ്യൂം ചെയ്യുകയും ട്രീറ്റ് ചെയ്യുകയും അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് മെഷീൻ അവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയും വേണം. ഓക്കെ, അപ്പോൾ ഹോമോജീനിയസ് നേച്ചറിലുള്ള മെഷീൻസ് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, നമുക്ക് ഒന്നിൽ കൂടുതൽ മെഷീൻ ഉണ്ടെങ്കിൽ ഒരു സിംഗിൾ മെഷീൻ അവർ റേറ്റ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്ത് അത് അപ്ലൈ ചെയ്യാം. ഓക്കെ, എല്ലാ മെഷീൻസിനും അത് അപ്ലൈ ചെയ്യാം. എന്നാൽ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഡിഫറെൻറ്റ് നേച്ചറിലുള്ള മെഷീൻസാണ് അവിടുത്തെ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ ഓരോ മിഷനറിയും ഓരോ കോസ്റ്റ് സെൻറ്ററായിട്ട് അസ്യൂം ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് മെഷീൻ അവർ റേറ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആൻഡ് സെപ്പറേറ്റ് മെഷീൻ അവർ റേറ്റ് ഷുഡ് ബി കമ്പ്യൂട്ടർ ഫോർ ഈച്ച് മെഷീൻ. മെഷീൻ അവർ റേറ്റ് ഈസ് ഈക്വൽ ടു ഫാക്ടറി ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മെഷീൻ അവർ. ഫാക്ടറി ഓവർ ഹെഡ് ഡിവൈഡ് ബൈ ടോട്ടൽ ഫാക്ടറി ഓവർ ഹെഡ് ഡിവൈഡ് ബൈ ടോട്ടൽ മെഷീൻ അവർ. ഇതാണ് മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ദർ ആർ 6 ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഫോർ കാൽക്കുലേറ്റിംഗ് യൂസ്ഡ് ഫോർ കാൽക്കുലേറ്റിംഗ് എന്താണ് ഓവർ ഹെഡ് അബ്സോർഷൻ റേറ്റ്. ഓക്കെ, ദെൻ നമുക്ക് ഓവർ ഹെഡ് അബ്സോർഷൻ റേറ്റ് പഠിക്കുമ്പോൾ നമുക്ക് മെഷീൻ അവർ റേറ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസും അത് എന്തിൻ്റെ ബേസിലാണ് നമ്മൾ പിന്നെ എന്താ ചെയ്യുന്നത് അപ്പോർഷൻ നടത്തുന്നതെന്നും കൂടി നമുക്ക് പഠിക്കാം. ഓക്കെ, നമ്മൾ മെഷീൻ അവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബേസിസ് പഠിക്കുന്നത്. ഈ ടേബിൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഒരു ടേബിൾ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് സ്റ്റാൻഡിങ് ചാർജസ്, ദാറ്റ് ഈസ് ഫിക്സഡ് ചാർജസ് എന്നും ദെൻ പിന്നെ വേരിയബിൾ ചാർജസ് ഓർ മെഷീൻ എക്സ്പെൻസസ് എന്നും 2 സെക്ഷനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റ് വൺ സ്റ്റാൻഡിങ് ചാർജസ് ആണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്തായിട്ട് എടുക്കുക, സ്റ്റാൻഡിങ് ചാർജസ് ആയിട്ട് എടുക്കുക. ഫസ്റ്റ് വൺ റെൻറ്റ് ആൻഡ് റേറ്റ്സ്, ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ്, സൂപ്പർവിഷൻ ചാർജസ്, ക്യാൻറ്റീൻ ആൻഡ് ലേബർ വെൽഫെയർ എക്സ്പെൻസസ്, മാനേജർ സാലറി, ദെൻ ഇൻഷുറൻസ്. ഇത്ര ഐറ്റംസ് ആണ് എന്തെന്ന് പറയുക നമ്മുടെ സ്റ്റാൻഡിങ് ചാർജസ് ആയിട്ട് വരുന്നത്. ഒന്നും കൂടെ സ്റ്റാൻഡിങ് ചാർജസ് ഏതൊക്കെയാണ്, റെൻറ്റ് ആൻഡ് റേറ്റ്സ്, ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ്, സൂപ്പർവിഷൻ ചാർജസ്, ദെൻ ക്യാൻറ്റീൻ ആൻഡ് ലേബർ വെൽഫെയർ എക്സ്പെൻസസ്, മാനേജർ സാലറി, ഇൻഷുറൻസ്. ഓക്കെ, ഇനി ഇതെല്ലാം ഓരോന്നും എന്തിൻ്റെ ബേസിലാണ് ഡിവൈഡ് ചെയ്ത് നോക്കാം. റെൻറ്റ് ആൻഡ് റേറ്റ്സ്, ഫ്ലോർ ഏരിയ ഓക്കുപ്പൈഡ്. ഓക്കെ, ഫ്ലോർ ഏരിയ ഓക്കുപ്പൈഡ് ബൈ ഈച്ച് മെഷീൻസ്. ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ്, ഫ്ലോർ ഏരിയ ഓക്കുപ്പൈഡ് ബൈ ഈച്ച് മെഷീൻസ് ഓർ നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ്. ഓക്കെ, ദെൻ സൂപ്പർവിഷൻ ചാർജസ്, നമ്പർ ഓഫ് അവേഴ്സ് ഡിവോട്ടഡ് ബൈ സൂപ്പർവൈസേഴ്സ് ടു ഈച്ച് മെഷീൻ. ഓരോ മെഷീൻ്റെ അടുത്തും എത്രത്തോളം അവേഴ്സാണ് ഓരോ സൂപ്പർവൈസറും ചെലവഴിച്ചത് അതിൻ്റെ ബേസിലായിരിക്കും ഡിവൈഡ് ചെയ്യുക. ക്യാൻറ്റീൻ ആൻഡ് ലേബർ വെൽഫെയർ എക്സ്പെൻസസ്, നമ്പർ ഓഫ് വർക്കേഴ്സ് എൻഗേജ്ഡിൻ്റെ ബേസിലായിരിക്കും. ഓക്കെ, ദെൻ മാനേജേഴ്സ് സാലറി, നമ്പർ ഓഫ് വർക്കേഴ്സ് ഡിവോട്ടഡ് ബൈ മാനേജേഴ്സ് ടു ഈച്ച് മെഷീൻ. സൂപ്പർവിഷൻ്റെയും അതുപോലെ മാനേജേഴ്സിൻ്റെയും സെയിം ബേസിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഓരോ മെഷീൻ്റെ അടുത്തും അവർ എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്യുന്നു അതിൻ്റെ ബേസിലായിരിക്കും ചെയ്യുക. ഓക്കെ, ദെൻ ഇൻഷുറൻസ് വാല്യൂ ഓഫ് മെഷീൻ്റെ ബേസിലായിരിക്കും. ഇൻഷുറൻസ് എപ്പോഴും ഡിവൈഡ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലായിരിക്കും, വാല്യൂ ഓഫ് മെഷീൻ്റെ ബേസിലായിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ മെഷീൻ ഓർ വേരിയബിൾ എക്സ്പെൻസസ് ആണ്. ഫസ്റ്റ് വൺ ഡിപ്രീസിയേഷൻ, കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ അവേഴ്സ് ഓഫ് വർക്കിംഗ് ലൈഫ് ആയിരിക്കും. ഓക്കെ, കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ അവേഴ്സ് ഓഫ് വർക്കിംഗ് ലൈഫ് അങ്ങനെ കണ്ടുപിടിക്കുന്ന എമൗണ്ട് ആയിരിക്കും ഡിപ്രീസിയേഷനായിട്ട് എടുക്കേണ്ടത്. റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് എങ്ങനെയാണെന്ന് നോക്കിയേ, ആക്ച്വൽ റിപ്പയറിംഗ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പീരിയഡ് ഫോർ വിച്ച് റിപ്പയറിംഗ് കോസ്റ്റ് ഈസ് അസർട്ടൈൻഡ്. ആക്ച്വൽ റിപ്പയറിംഗ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പീരിയഡ് ഫോർ വിച്ച് റിപ്പയർ cost is ascertained. Then electricity, steam, water, etc., horsepower of machine, lubricants, cotton waste, etc., capital value of machine. ലൂബ്രിക്കൻസ്, കോട്ടൺ വേസ്റ്റ് ഒക്കെ നമ്മൾ മെഷീനിലെടുത്ത് യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ വാല്യൂ ഓഫ് മെഷീൻ്റെ ബേസിൽ തന്നെ ഡിവൈഡ് ചെയ്യുന്നു. മിസ്സലേനിയസ് എക്സ്പെൻസസ്, ഇക്വിറ്റബിൾ ബേസിസ് ഡിപ്പെൻഡിങ് ഓൺ നേച്ചർ. മിസ്സലേനിയസ് എക്സ്പെൻസസ് എന്താണ് ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ബേസിൽ എന്ത് ചെയ്തോളുക, ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഓവർ ഹെഡ് അബ്സോർപ്ഷൻ നമ്മൾ ഇതുവരെ ഉള്ള എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അക്കൗണ്ടിങ് ഫോർ ഓവർ ഹെഡ് മൊഡ്യൂൾ ഈസ് കംപ്ലീറ്റഡ്. സ്റ്റുഡൻസ്, carefully watch the videos. Then write the assignment question, write the methods of overhead absorption